ഇന്നത്തെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താന്ന് വെച്ചാൽ ഇതുവരെ റിലീസായിട്ടില്ലാത്ത ഒരു സിനിമയാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ അത് കാണാൻ ആർക്കൊക്കെ താല്പര്യമുണ്ടോ എല്ലാരും വേഗം വന്നോ. ഇത് എക്സ്ക്ലൂസീവ് വീഡിയോ ആണ്. അതെ അതന്നെ, പുഷ്പ 2. വലിച്ചു നീട്ടാതെ നമുക്ക് പുഷ്പ 2ന്റെ കഥയിലേക്ക് കിടക്കാം. ചന്ദനമരങ്ങൾ വെട്ടി സിൻഡിക്കേറ്റിന്റെ ഹെഡായി പുഷ്പ മാറി. തന്റെ പെർമിഷൻ ഇല്ലാതെ കാട്ടിൽ മറ്റാരെങ്കിലും ചന്ദനമരം വെട്ടാൻ വന്നാൽ അവരെ പുഷ്പ വെട്ടും. ആ ചുവന്ന ചന്ദനം വേഗം ടെമ്പോയിൽ കൊണ്ടിടും. എന്തിനാ ഇത്ര സ്ലോ ആയി ചെയ്യുന്നേ? അപ്പോഴാണ് അവന് ഒരു വ്യത്യാസമായ ശബ്ദം കേട്ടത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്റെ ചോപ്പ് ചന്ദനമരം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയാണോ? അപ്പൊ പച്ച ചന്ദനമരം എടുക്കാൻ പറ്റുമോ? പുഷ്പ എന്ന പേര് കേട്ടതും അനീഷയും മയങ്ങും ആകെ പേടിച്ചുപോയി. പുഷ്പ സാറേ, നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് നൽകണം. സിൻഡിക്കേറ്റിന്റെ പെർമിഷൻ ഇല്ലാതെ ചന്ദനമരത്തിൽ കൈവയ്ക്കുന്നവരെ പുഷ്പ വെറുതെ വിടാറില്ല. ചന്ദനമരം കൊണ്ടുണ്ടാക്കിയ പുതിയ മാരക ആയുധം കൊണ്ട് പുഷ്പ അവരെ വെട്ടിക്കൊന്ന് എല്ലാക്കി മാറ്റി ഒരു മരത്തിൽ കെട്ടിത്തൂക്കി. പുഷ്പയുടെ 2 കൈകളിലും ചന്ദനമരം കൊണ്ട് ചെയ്ത ആയുധങ്ങൾ വന്നു. ചന്ദനമരം കൊണ്ട് ചെയ്ത ആയുധങ്ങൾ വന്നു. അടങ്ങാത്തവനടാ ഞാൻ. പിറ്റേന്ന് രാവിലെ കെട്ടിത്തൂക്കിയ ഈ എല്ലുകൾ കണ്ടുവന്ന SI ശുക്ലനും പരാക്കും പുഷ്പയെ എങ്ങനെ പിടിക്കണമെന്നറിയാതെ പരക്കം പാഞ്ഞു. ബറാഖ്, നമ്മൾ തീർച്ചയായിട്ടും കാട്ടിന്റെ ഉള്ളിൽ ഒന്ന് പോയേ പറ്റുള്ളൂ. അപ്പോഴതാ കാടിനുള്ളിൽ ഒരു മന്ത്രവാദിനി ധ്യാനത്തിലിരിക്കുന്നു. നോക്കൂ, ഞാൻ ഇൻസ്പെക്ടർ ശുക്ലയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. കാട്ടിന്റെ ഉള്ളിൽ ഇതുപോലെ ഒരു മന്ത്രവാദി ഉണ്ടാവും വിചാരിച്ചില്ല. ഇതെല്ലാം ചെയ്തത് ആ പുഷ്പ തന്നെയായിരിക്കും. അതൊക്കെ ഞങ്ങൾക്കറിയാം. നിങ്ങൾ തെളിവ് വല്ലതുണ്ടെങ്കിൽ അത് തന്നാ മതി. പുഷ്പയോ? പക്ഷേ അവനല്ലേ മരിച്ചുപോയത്. എന്ത്? പുഷ്പ മരിച്ചെന്നോ? അവന്റെ ആത്മാവ് ഇപ്പോഴും ആ ചുവന്ന ചന്ദനമര കാട്ടിനകത്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദനം വിറ്റ് പ്രാന്തായ പുഷ്പ താൻ മരിച്ചു പോയാലും ആത്മാവായിട്ട് വന്ന് ചന്ദനം കടത്തും എന്നാണ് പറയുന്നത്. അടങ്ങാത്തവനടാ ഞാൻ. പുഷ്പയ്ക്ക് അങ്ങനെ എന്താണ് സംഭവിച്ചത്? ഫ്ലാഷ് ബാക്ക്. സിൻഡിക്കേറ്റ് മെമ്പറായ പുഷ്പ തന്റെ ശ്രീവള്ളിയോടൊപ്പം ചന്ദനമരം വിറ്റ് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാശിനോട് ആർത്തിമൂത്ത ശ്രീവള്ളി പുഷ്പയോട് ഇങ്ങനെ പറയുന്നത്. കുറച്ചായിട്ടാണ് ഈ മരങ്ങളൊക്കെ വെട്ടേണ്ടത്. നമ്മളെ ആരെന്ത് ചെയ്യാനാ? ശരി, നീ ചെന്ന് വെട്ട്. എത്ര മരം വെട്ടാൻ പറ്റുമോ അത്രയും വെട്ട്. പുഷ്പയ്ക്ക് വീട്ടില് പട്ടി വേലയാണ് ട്ടാ. പക്ഷെ എവിടെയും താഴാത്ത പുഷ്പ ശ്രീവള്ളിയുടെ മുന്നിലും താണില്ല. ഇവിടെ ഡിസിഷൻ ഞാനാണ് എടുക്കുക. പുഷ്പയുടെ മാസ് ഡയലോഗ് കേട്ട് ശ്രീവള്ളി ഒന്നും മിണ്ടാതെ പിണങ്ങിപ്പോയി. പരമച്ചറ്റ നാറി, നിന്നെ ആർക്ക് വേണം? അന്ന് രാത്രി പുഷ്പയോടൊപ്പം ശ്രീവള്ളിയും ചന്ദനമരം വെട്ടാൻ കാട്ടിലേക്ക് പോയി. അപ്പോഴാണ് എവിടെന്നൊക്കെയോ 5-6 ആളുകൾ വന്ന് പുഷ്പയെ കൊല്ലാൻ നോക്കുന്നത്. എന്തു പറ്റി? എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണോ? എന്തിനാ കാത്തിരിക്കുന്നെ? എന്റെ മോനെ കൊലമാസ്. എന്നെ കൊല്ലുന്നത് അത്ര എളുപ്പമാണോ? അടങ്ങാത്തവനടാ ഞാൻ. മറ്റേ താഴത്തില്ലടാ, അതൊക്കെ മാറിട്ടോ. ഇത് പുഷ്പ 2 ആണ്. അടങ്ങാത്തവനാടാ ഞാൻ. ഇനി ഇതാണ് ട്രെൻഡ്. അടങ്ങാത്തവനടാ ഞാൻ. A few moments later. പിന്നെ പുഷ്പയുടെ മുതുകത്ത് ആ കത്തി വെച്ച് കുത്തി. ആരെ കൊണ്ട് നിന്നെ കൊല്ലാനാവില്ല, പക്ഷെ എന്നെ കൊണ്ട് നിന്നെ കൊല്ലാൻ പറ്റും. ഇപ്പോൾ ഈ മൊത്ത സാമ്രാജ്യവും എന്റേതാണ്. പുഷ്പ ഒരു പൊട്ടൻ തന്നെയാണ് കേട്ടോ. എല്ലാം അറിയും പുഷ്പയ്ക്ക്, ചില കാര്യങ്ങൾ അറിയില്ല. അടങ്ങാത്തവനടാ ഞാൻ. അങ്ങനെ താഴത്തില്ലടാ എന്ന് പറഞ്ഞ പുഷ്പയുടെ ഡെഡ് ബോഡി താഴത്ത് വെട്ടിയിട്ട വാഴപ്പിണ്ടി പോലെ കിടന്നു. നീ ഫൈറ്റ് ചെയ്തത് ഞാനും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്റെ ശരീരം വളരെ ശക്തിയുള്ളതാണ്. ഇനി ഈ ശരീരം എനിക്ക് വേണം. അടങ്ങാത്തവനടാ ഞാൻ. ഈ 3 പിച്ചത്തടിക്ക് വേണ്ടിയാണോ നീ പുഷ്പയെ കൊന്നത്? ചോദിച്ചിരുന്നെങ്കിൽ പുഷ്പ ഒരു ലോറി ചന്ദനമരം തന്നെ നിനക്ക് തരുമായിരുന്നു ശ്രീവള്ളി. നീ തെറ്റ് ചെയ്തു. നിങ്ങളെല്ലാം ചേർന്ന് ഒരാളെ കൊല്ലാൻ പോലും സാധിച്ചില്ല. അവസാനം ആ ജോലി ഞാൻ ചെയ്യേണ്ടി വന്നു. ഏയ് പോടാ, ഇത് ഞാനാടാ. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. പുഷ്പ, നീ ഇവിടെ ചെയ്യാ? ഒരുമാതിരി മറ്റോടത്തെ പരിപാടി കാണിക്കരുത്. എനിക്ക് മരണപ്പെട്ടതിൽ വിഷമമില്ല. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാടാ പൊട്ടാ വിഷമിക്കുക? നീയൊക്കെ ചാവണ്ടവൻ തന്നെയാണ്. അടങ്ങാത്തവനടാ ഞാൻ. പുതിയ ജീവൻ വെച്ച് വന്ന പുഷ്പ ശ്രീവള്ളിയോട് മാസടിച്ച് എല്ലാവരെയും കൊന്ന് അസ്ഥികൂടമാക്കി കെട്ടിത്തൂക്കും. ഞാനിനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. പ്ലീസ് പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. എന്നെ കൊന്നതിന് ശേഷമാണോ നിനക്ക് ഞാൻ നിന്റെ സുഹൃത്ത് ഓർമ്മ വന്നത്? അവനെ ഞങ്ങളെ കൊണ്ട് കൊല്ലാൻ പറ്റുമോ? ഇല്ല പറ്റില്ലേ? പുഷ്പ
പുഷ്പയുടെ ഉള്ളിലുള്ള സംസാരിക്കുന്ന പാമ്പിനെ കൊന്നാലേ പുഷ്പേനെ കൊല്ലാൻ പറ്റൂ. അതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാരും ചന്ദന മരങ്ങൾ ചേർത്ത് വെച്ച് അവന് വേണ്ടി ഒരു ശവകുടീരം കെട്ടണം. പുഷ്പ അതിനകത്തേക്ക് വന്നതിനു ശേഷം നിങ്ങൾ അതിനെ തീ വെച്ച് കത്തിക്കണം. അങ്ങനെ രാത്രി പുഷ്പേനെ കൊടുക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയ ശുക്ലനും പ്രാക്കും പുഷ്പയുടെ മുന്നിൽ തന്നെ ചെന്നെത്തുകയാണ്. ഇന്നാണ് നിങ്ങളുടെ അവസാനത്തെ നാൾ. Run. സ്വാഭാവികം. A few moments later. என்ன சொன்ன 7 நாள்ல என்ன முடிக்கிறியா? எண்ணி 7 செகண்டுக்குள்ள உன்னை நான் முடிக்கிறேன். புரியலையா? கொஞ்சம் பாரு. അങ്ങനെ മണ്ടൻ പുഷ്പയെ ശുക്ലനും പറാക്കും കൂടി ചന്ദനമരങ്ങളുടെ ഒരു കെണിയിൽപ്പെടുത്തും. തങ്ങളുടെ പ്ലാൻ വർക്കൗട്ടായി എന്നുറപ്പാക്കിയ പ്രാക്ക് പുഷ്പയെ കളിയാക്കിയിട്ട് മാസടിക്കും. ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. ഇപ്പൊ നീ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുമെന്ന് നീ നോക്കിക്കോ. അങ്ങനെ പ്ലാൻ അങ്ങോട്ട് വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പറാക്കിന്റെ കയ്യിൽ മേലെ നിന്നും ഒരു തുള്ളി ചോര വീഴുന്നത്. கொஞ்சம் அங்கே பாரு கண்ணா. പുഷ്പയുടെ കയ്യിൽ നിന്ന് എങ്ങനെ ആളുകളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത ഇവർക്ക് പുഷ്പയുടെ കയ്യിൽ നിന്ന് എങ്ങനെ സ്വയം രക്ഷപ്പെടണം എന്ന് ചിന്തിക്കാനുള്ള ബോധം ഉണ്ടായില്ല. അടങ്ങാത്തവനടാ ഞാൻ. പുഷ്പ തീയിൽ നിന്ന് ചാടി വന്ന് പറാക്കിന്റെ തല പറിച്ചെടുത്തു. പറാഗ്! പറാക്കിന്റെ തല നിലത്ത് പരക്കം പായുന്നത് കണ്ട ശുക്ലൻ ജീവനും കൊണ്ട് പാഞ്ഞു. പുഷ്പ ശുക്ലന്റെ പിന്നാലെ ഓടി. ഇപ്പൊ നീ എങ്ങോട്ടാ ഓടാൻ പോകുന്നത്? പുറകിൽ ചുമരുണ്ട്, മുന്നിൽ ഞാനുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ്. പുഷ്പയെ മനഃപൂർവ്വം തന്റെ കെണിയിലേക്ക് ശുക്ലൻ എത്തിക്കുകയായിരുന്നു. ശുക്ല ഫാക്ടറിയിലുണ്ടായിരുന്ന ഒരു സ്വിച്ച് ഇട്ടു. പിന്നെ വളരെ അധികമായ ചുവന്ന ചന്ദന മരങ്ങൾ അവന്റെ ചുറ്റിലും വീണു. ഞാനും പറാഗും ചേർന്നിട്ട് പ്ലാൻ എ പിന്നെ പ്ലാൻ ബി ഉണ്ടായിരുന്നു. പക്ഷെ പ്ലാൻ എ നടത്തുമ്പോ രണ്ടുപേരുണ്ടായിരുന്നു. പ്ലാൻ ബി നടത്താൻ ഇപ്പൊ നിങ്ങൾ മാത്രമേ ഉള്ളൂ ശുക്ല സാറേ. പറാഗ്! തീർച്ചയായിട്ടും ഞാൻ പുറത്തേക്ക് വരും. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും നിന്റെ അടുത്ത് വന്ന് ഞാൻ പക വീട്ടും. ഐ എം വെയിറ്റിംഗ്. എന്റെ മോനെ, കട്ട തളപതി ഫാനായ ശുക്ലൻ പുഷ്പയോട് ഐ ആം വെയിറ്റിംഗ് എന്നും പറഞ്ഞ് ചന്ദന മരത്തിനും ആ ഫാക്ടറിക്കും തീ വെച്ച് പുഷ്പേനെ കൊല്ലും. ഐ എം വെയിറ്റിംഗ്. ഇങ്ങനെ പറയുമ്പോ എനിക്ക് സഹിക്കില്ല. അങ്ങനെ പുഷ്പ 2ന്റെ ഈ കിടിലൻ ക്ലൈമാക്സിൽ നമ്മുടെ പുഷ്പ മരിച്ചു പോവുകയാണ് ഗായ്സ്. ഇനി ഈ സസ്പെൻസ് ഒക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് കൊളാക്കരുത് പ്ലീസ്. കാണാത്തവരൊക്കെ ഒന്ന് കാണട്ടെ. അങ്ങനെ ഈ കഥയിൽ ഓൾറെഡി ചത്തുപോയ നമ്മുടെ പുഷ്പനെ വീണ്ടും നമ്മുടെ ശുക്ലൻ കൊല്ലുകയാണ്. ഏതായാലും ഈ പുഷ്പ 2 ഇറക്കിയവന് ഒരു കുതിരഭവൻ തന്നെ കൊടുക്കണം. അടങ്ങാത്തവനടാ ഞാൻ. ഇത് പുഷ്പ 2 അല്ല. പു, പു.